വേദിയിൽ പ്രയർ ഡാൻസ് ബൈ അല്ല പ്ലാത്തോട്ടം ആൻഡ് പാർട്ടി ഓൺ ദ സ്റ്റേജ്.
ഒരു സാധാരണ ഗ്രാമീണ കന്യക. കന്യകാലയത്തിന് ഉള്ളിലാണെങ്കിലും സ്കൂളിൽ പോയി പഠിപ്പിക്കുന്ന സമയത്ത് അധ്യാപിക എന്നതിനപ്പുറത്ത് ലോകം വലുതായി കാണുന്ന മറ്റൊന്നും അൽഫോൻസാമ്മ ചെയ്തതായി നാം പറയുന്നുമില്ല, കേട്ടിട്ടുമില്ല. അവളുടെ ജീവിതം സഹനമായിരുന്നു. സഹനം എന്ന താക്കോൽ കൊണ്ട് ഈശോയുടെ ഹൃദയം തുറന്നവളാണ് അൽഫോൻസാമ്മ. അവളുടെ ആയുധം സഹനമായിരുന്നു. അവളുടെ ജീവിതം ജീവിതമായിരുന്നു. തന്നെ ദ്രോഹിച്ചവർക്കും കുറ്റപ്പെടുത്തിയവർക്കും പ്രത്യുപകാരങ്ങൾ ചെയ്തത് അതുകൊണ്ടാണ്. അവളുടെ ജീവിതം സ്നേഹത്തിന്റെ ഒരു ജീവിതമായിരുന്നു. മുന്തിരിപ്പഴങ്ങൾ ചക്കിലിട്ട് ഞെരിച്ച് കഴിയുമ്പോൾ അവ വീര്യമുള്ള വീഞ്ഞായി മാറുന്നു. അതുപോലെ നമ്മുടെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളുമുള്ള ഈ ജീവിതത്തിൽ അൽഫോൻസാമ്മയെ പോലെ എല്ലാം സഹനങ്ങളായി കണ്ട് ഈശോയുടെ തിരുഹൃദയത്തോട് ചേർന്ന് വെക്കാം. ഒരിക്കൽ കൂടി അൽഫോൻസാമ്മയുടെ മധ്യസ്ഥം നമുക്ക് യാചിക്കാം. എല്ലാവർക്കും അൽഫോൻസാ ദിന ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം. ജയ് ക്രൈസ്റ്റ്. കാലിനെന്താ പറ്റിയേ? മോന്റെ ഈ കാലൻ ശരിയായി കിട്ടണമെന്നില്ലേ? ശരിയാകണമെന്നുണ്ടോ? പക്ഷെ എങ്ങനെ ശരിയാകാൻ? എനിക്ക് ദൈവം ജന്മന കാര്യങ്ങളാക്കി വെച്ചേക്കുന്നതല്ലേ. ഇനി ദൈവം വിചാരിച്ചാലല്ലാതെ ഇത് സാരം വിളിച്ചോ? അച്ഛാ, എനിക്കിതിലൊന്നും വലിയ വിശ്വാസമില്ല. ഇതാരാ? നീ അങ്ങനെ കുറച്ച് കാണണ്ട. നീയൊന്ന് ശരിക്ക് പ്രാർത്ഥിച്ചു നോക്കിക്കേ. ചിലപ്പോ നിന്റെ കാല് ശരിയായെങ്കിലും. കാണാൻ നല്ല ഭംഗിയൊക്കെയുണ്ട്. അച്ഛൻ പറഞ്ഞതല്ലേ, ഒന്ന് നോക്കി കളയാം. ഇനി ശരിയായില്ലെങ്കിൽ ഈ പടം തിരിച്ചു തന്നേരെ. അല്ല ചോ, എന്താ സിസ്റ്ററിന്റെ പേര്? സിസ്റ്റർ അൽഫോൻസ. നിന്റെ വേദനകളൊക്കെ ഈ സിസ്റ്ററിനോട് പറഞ്ഞാൽ മതി, എല്ലാം ശരിയാവും. അമ്മേ, എന്തെന്നറിയില്ല, ഇന്ന് കാല് നല്ല വേദനയുണ്ട്. ഞാൻ എപ്പോഴും പറയുന്നതല്ലേ പന്ത് കളിക്കാൻ എങ്ങോട്ട് പോകണ്ടെന്ന്. അതെങ്ങനെയാ പറഞ്ഞാൽ കേൾക്കത്തില്ലല്ലോ. പന്ത് കണ്ടാൽ ഉടനെ അറിഞ്ഞു പോളെ. അമ്മേ, ഇതങ്ങനെയല്ല. ഇതാരോ പിടിച്ച് തിരിക്കുന്നതോടെയുള്ള വേദനയാണ്. മോൻ വിഷമിക്കാതെ അമ്മ ഒരുമിച്ച് പിടിപ്പിത്തരാം കേട്ടോ. അമ്മേ, വല്ലാതെ വേദനിക്കുന്നു. എങ്കിൽ മോൻ കുറച്ചു നേരം കിടന്നോ കേട്ടോ. നാളെ രാവിലെ എണീക്കുമ്പോൾ മോന്റെ വേദന എല്ലാം കുറഞ്ഞോളൂവേ.
ശരി അമ്മേ. സിസ്റ്ററെ, സിസ്റ്റർ ആരാണെന്നൊന്നും എനിക്കറിയില്ല. അച്ഛൻ പറഞ്ഞ പോലെ എന്റെ കാല് വളമുണ്ട്. അത് സിസ്റ്റർ വിചാരിച്ച് നേരെയാക്കാൻ പറ്റുമോ? പറ്റുമെങ്കിൽ ഒന്ന് ശരിയാക്കി തരണേ അമ്മേ. ഞാൻ കാത്തിരിക്കാം. മോനെ, മോനെ, എണീറ്റേ. എണീറ്റ്. അമ്മ ഇച്ചിരി ചൂട് പിടിച്ചു തരാം മോനെ. മോനെ